ഹലോ 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 ഒന്ന് നിക്കണം. ഒരു ചെറിയ പ്രശ്നമുണ്ട്. മോനെങ്ങനെ ഈ സൈക്കിളിലാണോ കച്ചവടം ചെയ്യുന്നത്? ഇവിടെ ഡ്രൈ ഒക്കെ വെക്കാൻ പറ്റും. ഞാൻ വീട്ടിൽ ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് മൊബൈൽ കാണുമായിരുന്നു. അച്ഛൻ പറഞ്ഞ് എന്തേലും ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഒരു കച്ചവടം തുടങ്ങുന്നു. അന്ന് തന്നെ യൂട്യൂബറെ വിളിച്ചു വരുത്തി വീഡിയോ ഇടുന്നു. യാദൃശ്യം എന്ന് പലവട്ടം പറഞ്ഞെങ്കിലും ആളെ വിളിച്ചു വരുത്തിയാണെന്ന് മനസ്സിലാവും. തണ്ണിമത്തൻ വിൽക്കാനും പരസ്യം. നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടുള്ള കടകളിൽ ഏതെങ്കിലും കടയിൽ കയറി ഞാൻ ക്യാഷ് കൊടുക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അന്ന് ഈ യൂട്യൂബിൻ്റെ പരിപാടി നിർത്തും. ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു മോൻ്റെ കച്ചവടത്തിൻ്റെ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു. യാദൃശ്ചികം എന്ന് പറയുന്നത് ശരിയല്ല, മുൻകൂട്ടി മനസ്സിലാക്കി ചെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കച്ചവടമാണെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ ഒരു ബിരിയാണിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതാണ്. എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കാരണം കഴിഞ്ഞ ദിവസം ആ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ വണ്ടിക്കകത്ത് ഞാൻ തിരിച്ച് എടത്വായ്ക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് ഈ കുഞ്ഞ് എൻ്റെ തൊട്ടടുത്തുകൂടി പാസ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ അവനിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സൈക്കിളിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവനെ ഞാൻ കൈകൊണ്ട് നിർത്തിയിട്ട് അവൻ്റെ പെർമിഷൻ വാങ്ങിച്ചു. കാര്യങ്ങൾ തിരക്കിയിട്ടാണ് ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എവിടെ പോവാ? പള്ളിയുടെ പെരുന്നാള സമയത്ത് ഈ സൈക്കിൾ ആരുണ്ടാക്കിയതാ? അച്ഛൻ ഉണ്ടാക്കിയതാ. അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട്. ആണോ? അടിപൊളിയായിട്ട് ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഇത് അച്ഛൻ ഉണ്ടാക്കി തന്ന സൈക്കിളാണോ? എവിടെയായിട്ടാ കച്ചവടം ചെയ്യുന്നത്? പള്ളിയുടെ പാലം, പള്ളിയുടെ പാലത്തിന്റെ. അതായത് ആ മകനെ കണ്ട സ്ഥലവും അവൻ കച്ചവടം ചെയ്യുന്ന സ്ഥലവുമായിട്ട് കുറച്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അവനുമായിട്ട് ഞാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. കൊള്ളാം കേട്ടോ, അടിപൊളി സൈക്കിളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് നമുക്കിങ്ങനെ വഴിയിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ. അപ്പോൾ അതിനകത്ത് കുരു പൊട്ടി നിൽക്കുന്ന ഒരാളുണ്ട്, ഹരിപ്പാടുകാരൻ. എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കച്ചവടത്തെ പരിചയപ്പെടുത്തിയത് സൂചിച്ചില്ലെന്ന് തോന്നുന്നു. നുണയന്മാരായിട്ടുള്ള യൂട്യൂബർമാർ പണം വാങ്ങി അഭിനയം നടത്തുന്നു. പിന്നെ ഈ ഒരു കുഞ്ഞിൻ്റെ 30 രൂപയ്ക്ക് വിൽക്കുന്ന തണ്ണിമത്തൻ ജ്യൂസിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടല്ലേ ഞാൻ പണക്കാരനാകാൻ വേണ്ടി നോക്കുന്നത്. സുഹൃത്തെ, പണക്കാരനാകാൻ വേണ്ടി ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഞാനിപ്പം ഈ ഒരു യൂട്യൂബറായിട്ട് കാലങ്ങൾ കുറേയായി, വർഷങ്ങളായി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെന്ന്. അങ്ങനെ പണം സമ്പാദിക്കുകയാണെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കാമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലം ഒരുപാടുണ്ടായിരുന്നു. കാരണം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ, സംരംഭങ്ങളൊക്കെ എന്ന് പറയുമ്പം അന്നൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ ചാനലുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുകളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് മുക്കും മൂലയും അരിച്ചു പറക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ യാത്ര ഈ ഒരു ബൈക്കിലാണ്. ഈ ഒരു ബൈക്കിൽ പോകുമ്പം കാണുന്ന പ്രധാനപ്പെട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കച്ചവടം തുടങ്ങുന്നു. അന്ന് തന്നെ യൂട്യൂബറെ വിളിച്ചു വരുത്തി വീഡിയോ ഇടുന്നു. യാദൃശ്യം എന്ന് പലവട്ടം പറഞ്ഞെങ്കിലും ആളെ വിളിച്ചു വരുത്തിയാണെന്ന് മനസ്സിലാവും. തണ്ണിമത്തൻ വിൽക്കാനും പരസ്യം. സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി. ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ മൊബൈലിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആകുമ്പോൾ ഒരു കച്ചവടത്തിലേക്ക് മുന്നിട്ടിറങ്ങാൻ കാണിച്ച ആ മനസ്സിനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ കേവലം ചെറിയൊരു കച്ചവടം ചെയ്യുന്ന കുഞ്ഞിനെയൊന്നും പണം വാങ്ങി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ നിലവിൽ വീഡിയോ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിങ്ങളിപ്പോൾ ഇതിനോടൊക്കെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടാണ് തിരിച്ചു വരാറുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടുള്ള കടകളിൽ ഏതെങ്കിലും കടയിൽ കയറി ഞാൻ ക്യാഷ് കൊടുക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അന്ന് ഈ യൂട്യൂബിൻ്റെ പരിപാടി നിർത്തും. പോരെ? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ, ഏതൊരു കാര്യമാണെങ്കിലും അതിൽ ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എത്ര നെഗറ്റീവ് കമൻറ്റ് ഒരുത്തം പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കുക. പ്രേക്ഷകരും ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായി. 2000-ന് മുകളിൽ വീഡിയോ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും സാധാരണക്കാരുടെ സംരംഭങ്ങളാണ്. നമ്മൾ ശരിക്കും പോയിട്ടുള്ള സംരംഭങ്ങളൊക്കെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതും. ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രമോഷൻ ആണെങ്കിലും നമ്മൾ ഫർണിച്ചർ ഷോപ്പുകൾ, ഗോൾഡ് ഷോപ്പുകളൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. ഞാൻ അങ്ങനെ വലിച്ചുവാരി ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന ആളല്ല. പ്രമോഷൻ ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കത്തുള്ളൂ. ഇത് കൊച്ചുകുട്ടിയുടെ വീഡിയോയുടെ താഴെയായിട്ട് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മോനെ യാദൃശ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഒരു പ്ലാനിങ് ചെയ്തോ അല്ലെങ്കിൽ അച്ഛനും അമ്മയെ വിളിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ അവിടെ പോകുന്നത്. നമ്മൾ എല്ലായിടത്തും ഓടി എത്തുമെന്ന് പറയത്തില്ലേ, അതൊക്കെ ഒരു നിയോഗമാണ്. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അവരെ പരിചയപ്പെടുത്തുന്നതും അത് അവർക്ക് വലിയൊരു സന്തോഷമായിട്ടുള്ള കൂട്ടത്തിലാണ്. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. ചില കമൻറ്റുകളെ നമ്മൾ എന്താ പറയണ്ടേ, ഞാൻ അനുകൂലിക്കാറുണ്ട്. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. തീർച്ചയായിട്ടും ഹരിപ്പാടുകാരൻ ചേട്ടാ
നിങ്ങൾ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്നും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കമൻറ്റുകൾ കാണത്തില്ല. കാരണം നിങ്ങൾ ആരെക്കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും അവരെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ വേണ്ടി. മനുഷ്യരെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് മറുപടിയായിട്ട് പലരും, നമ്മുടെ പ്രേക്ഷകർ തന്നെയും ആ കമൻറ്റുകൾക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങൾ അതിൽ വീണ്ടും കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു പ്രവണത മാറ്റില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയ കട്ടപ്പുകയായിട്ട് പോകും. അപ്പം നന്മ ഉണ്ടാകട്ടെ, നല്ലത് വരട്ടെ.